നമ്മുടെ മലയാളിയായ നിമിഷ പ്രിയ യമനിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ അത് ആരുടെയൊക്കെ ഇടപെടൽ കൊണ്ട്, പ്രത്യേകിച്ചും നയതന്ത്ര തലത്തിലെ ചില സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ട് അത് നീട്ടിവെച്ചു. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് കേൾക്കുന്നത് ആ കുടുംബം പിന്മാറാൻ തയ്യാറല്ല എന്നാണ്. ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലും ഒരു അനാവശ്യമായ അനാരോഗ്യകരമായ ഒരു ആവേശം ഈ കാര്യത്തിൽ പുലർത്തുന്നുണ്ട് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം തന്നെ ആരോപിക്കുന്നത് ഈ കാര്യത്തെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്, തെറ്റായി വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയും കേരളത്തിലെ മീഡിയകളും ഇന്ത്യയിലെ മീഡിയകളും ഈ കാര്യത്തെ പൊലിപ്പിച്ച് കാണിക്കുകയാണെന്നാണ് ആരോപണം. ഇത് നിമിഷപ്രിയയുടെ മോചനത്തെ അസാധ്യമാക്കുമോ? അസാധ്യമാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ അത്ര അബദ്ധമെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എസ്പെഷ്യലി നമ്മുടെ ശാരവൃത്തി കേസ് കൈകൊള്ളിയതിനു ശേഷം ഇൻക്ലൂഡിങ് മനോരമ വരെ അത്യാവശ്യം സൂക്ഷിച്ചും കണ്ടുമൊക്കെയാണ് പോകുന്നത്. ചാനലുകൾ ഒരു പരിധി, ഈ രണ്ട് ന്യൂ ജനറേഷൻ ചാനൽ വരുന്നവരെ ചാനലുകളും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ വല്ല അവധാനത്തോടു കൂടിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവർ പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു മാറാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്കിലും ഏഷ്യാനെറ്റൊക്കെ പിടിച്ചേക്കുന്നുണ്ട്, വലിയ മാറ്റമൊന്നും ഇല്ലാതെ. വിനുവിൻ്റെ എന്താ ചർച്ച, വിനുവിൻ്റെ ആ ക്വാളിറ്റി ഒന്നും ഇതുവരെ പോയിട്ടില്ല. പിന്നെ ചില ഷോകളിൽ മാത്രമാണ് ഏഷ്യാനെറ്റ് ആ രീതിയിൽ പോകുന്നത്. അത്ര അങ്ങനെ പോയാലും മതി. ലാഭമാണെങ്കിൽ ആ രീതിയിൽ തന്നെ പോകുന്നത് നല്ലത്. ഇവരെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തും വിറ്റ് കാശാക്കുന്നത്. മറ്റേ ലോറി ഒളിച്ചു പോയതായ അവിടെ നാട്ടുകാരെ കണ്ടു, അവിടുത്തെ ഫയർഫോഴ്സിനെ കണ്ടു, ഇവിടെയുള്ള ചില ജേർണലിസ്റ്റുകൾ കണ്ടു തിട്ടോ ലോറി എങ്ങോട്ടാണ് ഒളിച്ചു പോയത്. അമ്മാതിരി ജേർണലിസ്റ്റുകളാണ്. അതുകൊട്ടെ പിന്നെ സോഷ്യൽ മീഡിയ, കേരളത്തിൽ സോഷ്യൽ മീഡിയ ഹൈലി ഡേഞ്ചറസ് ആണ്. ഈ സാധനം ലോകത്തെല്ലായിടത്തും മലയാളികളെ ഇരകളാണ്. കാരണം ലോകത്തുള്ള സകല വിഷയങ്ങളിൽ ഇവമാർ പ്രതികരിക്കും ഒന്ന് കാര്യം കൃത്യമായി പഠിച്ചുകൊണ്ടല്ല. പിന്നെ പൊട്ടക്കിണറ്റിലെ തവളനെ പോലെ കേരളമാണ് ലോകം എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ സെൻസിബിലിറ്റി അല്ല പുറത്ത്, നിങ്ങളെ സെൻസിബിലിറ്റി അല്ല യു പിയിൽ. അവിടെ പശു രാമൻ സീത എന്നൊക്കെ തമിഴ്നാട്ടിൽ പോലും പശു രാമൻ സീത എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് അതെ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് ഈ കളിയാക്കുമ്പോൾ അതിന് ഫലം കിട്ടാൻ പോകുന്നത് അപ്പുറത്തുള്ള മലയാളിക്കാണ്. നിങ്ങൾ മറ്റുള്ള ലോകത്തുള്ളവരെല്ലാവരും നിങ്ങളെ ഓണം ആഘോഷിക്കണം, നിങ്ങളെ പെരുന്നാൾ കാണണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സെൻസിബിലിറ്റി അംഗീകരിച്ചാൽ എന്താണ് ശരി? പശുവിനെ ഇവിടെ കൊണ്ടുവച്ച് ഗോവധ നിരോധനം പിന്നെ വരണമെന്ന് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാം, മനസ്സിലാക്കാം. കാരണം നമ്മളെല്ലാം കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഗോമാംസം ഭക്ഷിക്കുന്ന ആളുകളാണ്. അതൊരു പ്രോബ്ലമുള്ള കാര്യമല്ല. പക്ഷെ അവിടുത്തെ വേറെ സെൻസിബിലിറ്റിയാണ്. അതിനെ ആ രീതിയിൽ കളിയാക്കാൻ നിങ്ങൾ ആരാ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ തമിഴ്നാട്ടിൽ സഹോദരിയുടെ മോളെ കല്യാണം കഴിക്കും, അത് അവരുടെ രീതിയാണ്. നമ്മളിവിടെ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കും. സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അമ്മാവൻ്റെ മോളും സഹോദരിയുടെ മോളും ഒക്കെ എന്താണ്, കസിൻസാണ്, സിസ്റ്റേഴ്സാണ്. കല്യാണം കഴിക്കാൻ പാടില്ല, അവർ കളിയാക്കും. അപ്പോൾ നിങ്ങൾ തമിഴന്മാരെ കളിയാക്കും. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കാൻ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇത് ഒന്നിനെ പറ്റി ഒരു ധാരണയില്ലാത്ത കേരളത്തിൽ ഇപ്പം കാണുന്ന കേരളമാണ് ലോകം തെറ്റിദ്ധരിച്ചിരിക്കുന്നവൻ സോഷ്യൽ മീഡിയയിൽ ഇവൻ ഇവിടെ ഇതൊക്കെ പറഞ്ഞോട്ടെ. ഇവിടെ പണ്ടു അമ്മമാർ പറയാറുണ്ട്, ഈ ചായക്കടയിൽ ഒരു ചായക്കടയിൽ നിന്ന് കല്യാണം മുടക്കുന്നവൻ പറയുന്നു ഈ പറയുന്ന ടീമിൻ്റെ മഹാഭൂരിപക്ഷം ഒരു കാലത്ത്. അതിൻ്റെ പിന്തുടർച്ച അല്ലാതെ നിങ്ങളെ ബൗദ്ധമായ ചർച്ചയൊക്കെ വേഗം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ഇതെന്ന് വെച്ചാൽ ഒരു മാസ് ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യുക. അവിടെ നാട്ടുമ്പുറത്ത് ഇങ്ങനെ പലരും തല്ലിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ മലയാളത്തിൽ പറയാറുണ്ട് കൊതിയും നുണയും അത് തന്നെ. എൻ്റെ വാപ്പച്ചിയപ്പൊക്കെ പോയി തല്ലിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ടീമിന്. ഒരിക്കലും കല്യാണം മുടക്കുന്ന ടീമിനെ ഒരാൾ ഡിവൈഎഫ്ഐ ആയിരുന്നു, ഒരാൾ കോൺഗ്രസ് ആയിരുന്നു, പോയി തല്ലിയിട്ടുണ്ട്. അപ്പം ഈ രീതി പക്ഷേ ഇതിൻ്റെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഇത് ഗ്ലോബലി പോവുകയാണ്, എന്തും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് കാലമായി ഗവൺമെൻറ് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി സുരേഷ് ഗോപി ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വിടാത്ത ഒരാളാണ്. ഒരു ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം എല്ലാം ഗവൺമെൻറ് പിന്നാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്. പക്ഷേ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒന്ന്, നമുക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന രാജ്യം ഇറാൻ ഇപ്പോൾ അവരുടേതായ പ്രശ്നങ്ങളുകൊണ്ട് വിട്ടുകിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. മാത്രമല്ല ഈ ക്രൈം എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകളെ സെൻസിബിലിറ്റിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ആ കാരണങ്ങളുണ്ടെങ്കിൽ പോലും. പക്ഷേ ആ കാരണങ്ങളുള്ള പോലും നമ്മളിപ്പം പറയരുത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അത് എഫക്റ്റ് ചെയ്യുക, നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നു വരും. അതല്ല, നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണ് കാര്യങ്ങൾ പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ സിറ്റിസൻ്റെ ഒരു വിഷയമാണ്. ഇത് മറ്റേ പിന്നെ ഫറൂഖ്കാരൻ്റെ വിഷയം പോലെയല്ല. അത് ആ കുട്ടി ഒരു പക്ഷേ ആക്സിഡൻ്റലി മരിച്ചതാവാം എന്ന് സംശയമുണ്ട്. ഇവിടെ അതില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടേ നമ്മൾ ഇടപെടാൻ.
അല്ല, ഇത് വളരെ ക്ലിയർ കട്ട്. രണ്ട് കൂട്ടരാണ്. ഇതിപ്പോൾ ഉസ്താദിന്റെ ഇടപെടൽ വളരെ നിർണ്ണായ ആരെന്തൊക്കെ പറഞ്ഞാലും. കാരണം ഉസ്താദിന് നിങ്ങൾ ഇവിടെ പലരും പറയുന്നത് ഉസ്താദ് സുന്നി ഷിയ ഫൈറ്റ് എന്ന ഇന്ത്യയിലെ സുന്നി ഷിയ അല്ല, ഇന്ത്യയുടെ സൂഫി മുഷാവറയുടെ ഹെഡാണ് ഉസ്താദ്. അവരാണ് ഇവരെല്ലാം എതിർത്ത സമയത്ത് മോഡി 2014 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സൂഫി സന്യാസികൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് യമൻ. പണ്ടും എല്ലാ പ്രവാചകന്റെ മരണത്തിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ സൗദി ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ കുടുംബത്തെ സൗദി, ഇന്ന് സോക്കോൾഡ് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുന്നി വിഭാഗം ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള അവരവസാനം അഭയം പ്രാപിച്ച സ്ഥലമാണ് യമൻ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഉസ്താദിനെ പോലുള്ള ആളുകൾക്ക് അവിടെ ഒരു സ്വാധീനം ഉണ്ടാവും. അത്തരം സ്വാധീനം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തും. ഇപ്പം സിറിയ പോലുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ നേഴ്സുമാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്താ സംഭവിച്ചാൽ ആർക്കും വലിയ ധാരണയൊന്നുമില്ല. ഡോബലിനെ 2-3 ദിവസം കാണാനല്ലേ. ഡോബൽ ഇറാഖിൽ എവിടെ നജാഫിലെത്താൻ പോയി ഇറങ്ങി പിന്നെ ഡോബലിനെ കാണാനുണ്ടായിരുന്നില്ല. ഡോബലാണ് ഡീൽ ചെയ്തത്. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വാധീനമുണ്ട്. യൂസഫ് അലി ഖാൻ ഒരുപാട് മേഖലയിൽ സ്വാധീനമുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഇടപെടൽ നിർണായകമായി. എനിക്ക് ഇതിനെല്ലാം തുറങ്കം വയ്ക്കുന്ന അതാണ് ഇവിടെ സോഷ്യൽ മീഡിയയുടെ സാധനം. ഒന്ന് ഉസ്താദ് എന്നപ്പോൾ എന്ത് ചെയ്യരുത്, സ്കോർ ചെയ്യരുത്. അപ്പോൾ ഉസ്താദിന് വിരുദ്ധമായിട്ടുള്ള വിഭാഗം ഇവിടെ ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാനും മുജാഹിദുകളാണ് ബേസിക്കലി അവർ പണി. 2 മുസ്ലിം വിരോധം തലക്ക് പിടിച്ച ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു മുസ്ലിം ഇടപെട്ട ഒരു ക്രിസ്ത്യൻ കുട്ടിയല്ലേ രക്ഷപ്പെടുത്താൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ ഈ പറയുന്ന പോലെ വളരെ മലീഷ്യസ് ആയിട്ടുള്ള സാധനമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ കൊല ചെയ്യപ്പെട്ട ആളെ ഭയങ്കര മോശമായി, അത് ഒരിക്കലും ചെയ്യരുത്. അയാൾ കൊല ചെയ്യപ്പെട്ടു, തെറ്റുണ്ടാവാൻ സാഹചര്യം മനുഷ്യനാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ആ കുട്ടിക്ക് വേണ്ടി, ഞാനതാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാതിരുന്നത്, ആ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാം രക്ഷപ്പെടട്ടെ. അത് ആ കുട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ലോകത്തെവിടെയും ഒരു ആ രീതിയിൽ ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടെന്നുള്ള അഭിപ്രായം. അല്ല, നമുക്കതൊരു ഇന്ത്യക്കാരൻ എന്നുള്ളൊരു വികാരം ഉണ്ടല്ലോ. ഒന്ന് ഇന്ത്യക്കാരൻ പറഞ്ഞാൽ ഗ്ലോബലി ആരായാലും ഇപ്പം ഒരു ഇൻബോൺ ക്രിമിനലോ സൈക്കോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സാഹചര്യമാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. ഷീസ് നോട്ട് എ ക്രിമിനൽ. പക്ഷെ സാഹചര്യം അങ്ങനെ മാറ്റിയതാണ്. അതാണ് അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം അങ്ങനെ എനിക്കിപ്പോൾ ലോകത്ത് എവിടെ മനുഷ്യന് അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തെ ഹനിക്കുന്നല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ നിൽക്കും. നമ്മുടെ ദേശീയ താല്പര്യത്തെ ഹനിക്കുകയാണെങ്കിൽ ഇല്ല. അത് ഒറ്റ ക്രൈറ്റീരിയ എനിക്കുള്ളത് കാര്യത്തിൽ നമ്മുടെ ദേശീയ താല്പര്യം. അപ്പോൾ ആ സമയം നമ്മൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്, അല്ലെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അല്ലേ? അവരോട് ഒന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. ഇതൊരുമാതിരി അവരെ ചോദ്യം ചെയ്യും. ഇവനൊക്കെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഒരു കീലേരി അച്ഛനെ പോലെ ഗുണ്ട വീട്ടിലിടാ ഡേഷയെന്ന് വിളിച്ച് വീട്ടിൽ ഓടുന്നവനാണ് ഇവന്മാരൊക്കെ. അതുപോലെ മറ്റവന്മാരെ പ്രശ്നം എന്ന് വെച്ചാൽ അതാണ് ഈ ഉസ്താദ് വിരുദ്ധ ലോബിയുടെ. ഒന്ന് ഉസ്താദ് സ്കോർ ചെയ്യുന്നതിന് അവന്മാർക്ക് പ്രശ്നം. 2 അവന്മാർ ഇവിടെ അവന്മാരെ പത്രത്തിലൊക്കെ ഹിന്ദു മുസ്ലിം ഐക്യ സ്നേഹ സമ്പാദൊക്കെ പറയും. അവരുടെ താല്പര്യം വെച്ചാൽ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അകന്നു പോയിട്ട് ഒരു മുസ്ലിം എന്താണ് പറയുക, മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണം. ആ മതഭ്രാന്തന്മാരെ ഉപയോഗിച്ചിട്ട് ഇവിടെ മതമാറ്റം നടത്തിയിട്ട് ഇവിടെ സ്വാഭാവികം മറ്റുള്ളവർ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കണം. ഇതാണ് നാളെയുള്ള ലക്ഷ്യം. അവന്മാരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന വേറൊരു ടീം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനെതിരെ ഒന്നെങ്കിലും ഗവൺമെൻറ് ആക്ട് ചെയ്യണം. ഇപ്പോൾ ചൈനയൊക്കെ പോലെ ശക്തമായ നിയന്ത്രണം സോഷ്യൽ മീഡിയ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ആക്ട് ചെയ്യേണ്ടി വരും. ഒരു ലിമിറ്റില്ല. എന്തെന്നാ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്? യൂട്യൂബ് ചാനലിലൊക്കെ ഓരോരുത്തരും ഞാൻ വിശ്വസിക്കാതില്ലാത്ത മതി. യൂട്യൂബ് ചാനൽ ഞാൻ ഈ പ്രിന്റ് മീഡിയയിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നോക്കി കൺഫേം ചെയ്ത് സംസാരിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു ആദ്യം ഇത് ഏറ്റവും ഒടുവിൽ മ്യാൻമാറിൽ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. അവസാനം സൈന്യം നിഷേധിച്ച് പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. പിന്നെ എന്താണ് സ്മൃതി ഇറാനിയെ കണ്ടപ്പോൾ നരേന്ദ്രമോദി പ്രതികരിച്ചത് കണ്ടോ? നമ്മൾ വേറെ വിചാരിക്കും ഇന്നാകെ അതിന് വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ എന്താണ് പത്രപ്രവർത്തകയെ കണ്ടപ്പോൾ മോഹൻലാലിന്റെ ഭാവം കണ്ടോ? ഇവനെ കണ്ടല്ലോ. ഇവനൊക്കെ കൺട്രോൾ ചെയ്യേണ്ട സമയമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.